ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. എല്ലാം ഡിജിറ്റൽ ആകുന്നു. നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. നമസ്കാരം. ഫേസ് ടു ഫേസിലേക്ക് സ്വാഗതം. ഫേസ് ടു ഫേസിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലിലാണ്. നമസ്കാരം റസാഖ് ചൂരവേലി. ഈ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചിരിക്കെ, കനത്ത ചൂടാണ്, അന്തരീക്ഷവും ചൂടുപിടിച്ചു, തെരഞ്ഞെടുപ്പും ചൂടുപിടിച്ചിരിക്കെ മലയോര കർഷകർ കേരളത്തിലെ മുഴുവൻ സ്വതന്ത്ര കർഷക സംഘടനകളിലെ ഉച്ചകോടികൾ വിവിധ ഇടങ്ങളിലായി നടക്കുന്നതിൻ്റെ വാർത്തകൾ വരുന്നു. എന്താണ് ഈ സ്വതന്ത്ര കർഷകരുടെ ഉച്ചകോടിയിലൂടെ ഉദ്ദേശിക്കുന്നത്? ഏതൊക്കെ സംഘടനകൾ, എത്രമാത്രം സംഘടനകൾ, എത്ര ജില്ലകളിൽ നിന്നുള്ള സംഘടനകൾ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്? എന്താണ് ഈ തെരഞ്ഞെടുപ്പ് കാലം ലക്ഷ്യം വെച്ചാണോ അതോ ഈ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെയും ലക്ഷ്യം വെച്ചാണോ ഈ സ്വതന്ത്ര കർഷകരുടെ ഉച്ചകോടി ഇപ്പോൾ നടക്കുന്നത്? മലയോര മേഖല കുറച്ച് നാളുകളായി, ഏതാണ്ട് 2 പതിറ്റാണ്ടായി അനുഭവിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് കേരളത്തിന്റെ വിവിധ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ഒട്ടനവധി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവര് ഓരോ ഘട്ടത്തിലും സമര രംഗത്ത് സജീവമായി നിലനിൽക്കുന്നുമുണ്ട്. ഈ സംഘടനകൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ വേണ്ടത്ര ഗൗരവത്തോടെ കേരളത്തിന്റെ രാഷ്ട്രീയ പാർട്ടികളോ മറ്റ് സംഘടനകളോ സർക്കാരുകളോ ഏറ്റെടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പരിഹാരത്തിലേക്ക് വഴിയിലേക്ക് എത്തുന്നില്ല എന്നുള്ള പ്രശ്നമാണ് ഈ കർഷക ഉച്ചകോടി എന്ന ആശയത്തിലേക്ക് ഞങ്ങളെ എത്തിച്ചിരിക്കുന്നത്. ഈ പരിഹാരത്തിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രമല്ല, അതിഗുരുതരമായ സാമൂഹിക ജീവിതത്തെ നിരോധിക്കുന്ന തരത്തിലുള്ള പുതിയ പുതിയ ഉത്തരവുകളും അതോടൊപ്പം പുതിയ അജണ്ടകളുമായി ഈ അധികാര കേന്ദ്രങ്ങൾ ഈ സമൂഹത്തിന് നേരെ വരുന്നു എന്നുള്ളതും ഇത്തരം ഒരു നീക്കത്തിന് ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഏതാണ്ട് 62ഓളം സംസ്ഥാനത്തെ സംഘടനകൾ ഒത്തുചേർന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ മേഖല, അധികാരവർഗം ഈ സമൂഹത്തോട് ചെയ്ത കാര്യങ്ങൾ വിശദമായി പഠിക്കുകയും അത് സംബന്ധിച്ച് 18ഓളം പഠന റിപ്പോർട്ടുകൾ നമ്മൾ ഈ തൃശ്ശൂർ കൂടിയ ഉച്ചകോടിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് എടുത്ത തീരുമാനങ്ങൾ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ വിവിധ മേഖലകളിൽ ഈ ഉച്ചകോടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഉച്ചകോടി ലക്ഷ്യം വെക്കുന്നത് ഇതൊരു രാഷ്ട്രീയത്തിന് എതിരായോ ഒരു അരാഷ്ട്രീയവാദം പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രാഷ്ട്രീയ സംഘടന, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കർഷക സംഘടനകളുണ്ട്. പക്ഷേ കർഷക സംഘടനകളുടെ അവർ മാത്രമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ മനുഷ്യരിൽ അല്ലെങ്കിൽ ആളുകളിലുണ്ട്. ഇപ്പോൾ സ്വതന്ത്ര കർഷകർ എന്ന് പറയുമ്പോൾ ആ സ്വതന്ത്ര കർഷകർ അവർ ഈ അരാഷ്ട്രീയവാദമാണ് ഉയർത്തുന്നത് എന്നുള്ളൊരു ആക്ഷേപവും പൊതുവെ രാഷ്ട്രീയ പാർട്ടി, അത് UDF ആകട്ടെ മറ്റ് ഇടതു പാർട്ടികളാകട്ടെ ഉയർത്തുന്നത് ഈ സ്വതന്ത്ര കർഷകർ എന്ന് പറയുന്നത് അരാഷ്ട്രീയവാദം ഉയർത്തുന്നു എന്നുള്ള ഒരു വലിയ ഗുരുതരമായ ആരോപണമാണ് ഈ കർഷക സംഘടനകൾ അടക്കമുള്ളവരെ ലക്ഷ്യം വെച്ച്, അവരുടെ നേതാക്കന്മാരെ ലക്ഷ്യം വെച്ച് പറയുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയമുണ്ടോ? അതിൽ എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ ഈ ഉച്ചകോടിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്?
മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളം പുതിയൊരു സംസ്കാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അരാഷ്ട്രീയം രൂപപ്പെട്ടിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയം. അവർ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഏതെങ്കിലും മതവികാരങ്ങൾ ആ സമയത്തുണ്ടാക്കുന്ന ട്രെൻഡുകൾക്ക് പുറകെ പോകുന്ന ഒരു കൂട്ടം ആളുകളായി ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയം അധപ്പതിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. ഞങ്ങൾ ഉയർത്തുന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയം. ഇവിടത്തെ അടിസ്ഥാന വർഗം അനുഭവിക്കുന്ന ഭരണകൂട ഭീകരത കൊണ്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയും അത് ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്യുന്ന യഥാർത്ഥ രാഷ്ട്രീയം ഇന്ന് കേരളത്തിൽ കർഷക സംഘടനകൾ മാത്രമേ നടത്തുന്നുള്ളൂ. മറിച്ച് മറ്റെല്ലാ വിഭാഗവും, അത് ആത്മീയമാവട്ടെ രാഷ്ട്രീയമാകട്ടെ, ഈ കക്ഷികൾ ഈ സമൂഹത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. മറ്റൊന്ന്, രാഷ്ട്രീയ പാർട്ടികൾ കർഷക സംഘടനകളെയും കൂടി രൂപീകരിച്ചിരിക്കുന്നു. ഓരോ സംഘടനയും അതിന്റെ ഉപസംഘടനയായി രാഷ്ട്രീയ സംഘടനകളും കർഷക സംഘടനകളും ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ ഒരു കർഷകനെങ്കിലും അല്ലെങ്കിൽ കർഷക പ്രശ്നം അറിയാവുന്ന ഒരാളെങ്കിലും ഈ നേതൃത്വങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാട്ടിത്തരാമോ? അങ്ങനെ സംഭവമില്ല. ഇതിൻ്റെ അകത്ത് വരുന്ന ഓവർഫ്ലോ, രാഷ്ട്രീയ പാർട്ടികളിൽ അധികാര സ്ഥാനങ്ങൾ പങ്കിടുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റാത്ത ആളുകളെ നിക്ഷേപിക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള അഡീഷണൽ സംവിധാനം മാത്രമാണ് ഈ കർഷക പോഷക സംഘടന എന്നാണ് കാലയളവിൽ ആകെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചിത്രം. അല്ലെങ്കിൽ ഈ സംഘടനകൾ എന്തെങ്കിലും തട്ടിപ്പ് സമരങ്ങളല്ലാതെ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കണമെന്ന് ഭരണപക്ഷത്തെയോ പ്രതിപക്ഷത്തെയോ ഏതെങ്കിലും കർഷക സംഘടന വരെ ഒരു പോരാട്ടത്തിൽ പങ്കെടുത്തു എന്ന് പറയാം. മറിച്ച് അവരുടെ സമ്മേളനങ്ങൾക്ക് റിപ്പോർട്ട് വയ്ക്കാനും ആ സമ്മേളന കാലയളവിലും ഈ ഇലക്ഷൻ കാലയളവിലും പ്രസ്താവനകൾ ഈ ജനത്തെ വന്ന ഒരു പ്രവണത തന്നെയാണ് അവരിലും ഉണ്ടാകുന്നത്. അതിൽ നിന്നൊക്കെ ഒട്ടേറെ വ്യത്യസ്തമായി നിയമപരമായും സാമൂഹികമായും ശാസ്ത്രീയമായും ഇതിന്റെ എല്ലാ വശങ്ങളും പുറം ലോകത്തേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനം ഇന്ന് ഈ സ്വതന്ത്ര കർഷക സംഘടനകൾ നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്നുള്ളതാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്. ഈ സ്വതന്ത്ര കർഷക സംഘടനകളിൽ ഉച്ചകൂടി ചേരുകയും അതോടൊപ്പം തന്നെ CPI എന്ന പാർട്ടിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് മാറി. എന്തുകൊണ്ടാണ് CPI മാത്രം ലക്ഷ്യം വെക്കുന്നത്? മറ്റു പാർട്ടികളൊന്നും കർഷക വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടില്ലേ? നിങ്ങൾക്കിതിലൊരു രാഷ്ട്രീയമുണ്ടെന്നാണ് പൊതുവെ ഒരു ആരെയൊക്കെയോ സഹായിക്കാനായിട്ട് നിങ്ങൾ സ്വതന്ത്ര കർഷകർ നിലകൊള്ളുന്നു എന്നൊരു ആരോപണമുണ്ട്. ഈ ആരോപണത്തിന് എങ്ങനെ മറുപടി പറയും? ഞങ്ങൾ സ്വതന്ത്ര ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള നിയമങ്ങൾ, അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് എടുത്ത നിയമ നിലപാട്, ഇതാണ് ഇതുവരെ പെട്ടിട്ടുള്ളത്. 1972 വന്യജീവി നിയമം അടക്കം 80 സംരക്ഷണ നിയമം അടക്കം കോൺഗ്രസ് പാർട്ടിയാണ് കൂടുതലും ഈ വിദേശ സമ്മർദ്ദങ്ങൾക്ക് പ്രത്യേകിച്ച് ദരിദ്രമായ രാജ്യത്ത് ADB വായ്പ അടക്കമുള്ള ഒട്ടനവധി സാഹചര്യങ്ങൾ നിലനിന്ന സാഹചര്യത്തിലാണ് ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ നിയമങ്ങളൊക്കെ സാമൂഹ്യ വിരുദ്ധമായ പോയിന്റുകളാക്കുമ്പോഴും അത് ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ പ്രയോഗിക്കാൻ പാർട്ടികൾ തയ്യാറായിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മറിച്ച് 2005 ശേഷം ഈ കരിനിയമങ്ങൾ ഇപ്പോ വന്യമൃഗ ശല്യത്തിൽ അനാവശ്യമായ കാര്യങ്ങൾ ദൂരവ്യാപകമായി ഉപയോഗിക്കപ്പെട്ടത് കേരളത്തിലാണ്. ആ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് കേരള സ്റ്റേറ്റിലാണ് എന്നുള്ളതാണ് അതിന്റെ പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം. ഇനി മറ്റ് ബന്ധപ്പെട്ട് വനത്തിന് വെളിയിൽ ഏതൊരു നിയമ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെങ്കിലും ഏതൊരു കാര്യം നടപ്പാക്കണമെങ്കിലും അത് സ്റ്റേറ്റിന്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വത്തിലാണ്. ആ സ്റ്റേറ്റ് ആ കാര്യത്തിൽ നിലപാടെടുക്കുക, അവരാണ് നടപ്പാക്കണോ വേണയോ എന്ന് തീരുമാനിക്കേണ്ടത്. കേരള സ്റ്റേറ്റിൽ ഈ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനുള്ളിലായി ഒരു സംസ്കാരം രൂപപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ. ഇവിടെ കസ്തൂരിരംഗൻ വിഷയം വന്നു. കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി അവരോടൊപ്പം നിന്നിട്ടില്ല. കോൺഗ്രസിലെ ചില പുഴുക്കുത്തുകൾ ആ കാര്യത്തിൽ സജീവമായി രംഗത്തുണ്ടായപ്പോഴും പ്രധാനപ്പെട്ട കക്ഷികൾ അതിനെ സപ്പോർട്ട് ചെയ്തില്ല. മറിച്ച് ഈ നാട്ടില് ഇതുവരെ ഇറക്കിയിരിക്കുന്ന ഒരു 40ഓളം
നിയമവിരുദ്ധ സാമൂഹിക വിരുദ്ധ ഉത്തരവിറക്കിയിരിക്കുന്നത് ഇടതുപക്ഷ ഭരണകാലത്താണ്. അതിന് ആസൂത്രണം നടത്തി ഇടതുപക്ഷത്തെ ഒരു വലിയ ഗതികേടിൽ കൊണ്ടെത്തിച്ചത് CPI പാർട്ടിയാണെന്ന് വ്യക്തമായ തെളിവാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇന്നേ വരെ ഒരു സംഘടനകളും ഇന്നേ വരെ ചിന്തിക്കാത്ത ഒരു പോയിന്റിലേക്ക് നിരന്തരം മലയോരത്തെ ഉപദ്രവിക്കുന്ന ഒരു അജണ്ട മാത്രമുള്ള ഒരു പാർട്ടി, അതുപോലെ തന്നെ 4ഓളം മർമ്മപ്രധാന ജനങ്ങളെ ബാധിക്കുന്ന വകുപ്പ് നിരന്തരം കൈവശം വെക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ചെയ്തികളെ തുറന്നു കാണിച്ചുകൊണ്ട് ഈ നിയമ സംവിധാനങ്ങളെ ദുരുപയോഗിക്കുന്നവരെ തുറന്നു കാണിക്കാനുള്ള ആദ്യത്തെ ഒരു ചുവടുവെപ്പാണ് ഈ ഉച്ചകോടിയിലൂടെ ഞങ്ങൾ ഇത്തവണ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. റസാഖ്, ഈ CPI സംബന്ധിച്ച് CPI റവന്യൂ, വനം, ഈ പ്രാവശ്യം മാത്രമാണ് വനം വകുപ്പില്ലാത്തത്. ബാക്കി എല്ലാ സമയങ്ങളും ഇടതുപക്ഷം അധികാരത്തിൽ ഏറുമ്പോൾ മിക്കപ്പോഴും തന്നെ ഈ വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എല്ലാം തന്നെ CPI ആണ്. ഈ ടൈമിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാത്രമാണ് അത് ഒരു വ്യത്യസ്ത വന്നത്, ഒരു NCP മന്ത്രി വരുന്നത്. അതേസമയം ഈ റവന്യൂ, വനം, ഈ സിവിൽ സപ്ലൈസ്, കൃഷി, ഇതുമായി ബന്ധപ്പെട്ട ഈ CPI കൈകാര്യം ചെയ്യുന്ന വകുപ്പിലൂടെ വന്നിരിക്കുന്ന വിധികൾ അല്ലെങ്കിൽ ഉത്തരവുകൾ, അത് ഒരു ഗവൺമെൻറ്റിൻ്റെ തന്നെ ഭാഗമാണല്ലോ. അതായത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒരു നയ സമീപനത്തിൻ്റെ ഭാഗമായിരിക്കുമോ ഇത്തരം ഉത്തരവുകൾ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തിന് CPIയെ മാത്രം നമ്മൾ പഴിചാരണം? ഇടതുപക്ഷത്തെ മറ്റ് കക്ഷികളെയും നമ്മൾ അല്ലെങ്കിൽ ഈ സ്വതന്ത്ര കർഷക സംഘടനകൾ എതിർക്കേണ്ടതല്ലേ? അതോടൊപ്പം തന്നെ ഈ വനവുമായി ബന്ധപ്പെട്ട് ആനിമൽ കോൺഫ്ലിക്റ്റ് ഇത്രയധികം രൂക്ഷമാകുന്നത് യഥാർത്ഥത്തിൽ വന്യജീവി നിയമവുമായി ബന്ധപ്പെട്ടാണ്. അത് കോൺഗ്രസിൻ്റെ കാലത്താണ്, കോൺഗ്രസ് കേന്ദ്ര സർക്കാരാണ് കൊണ്ടുവരുന്നത്. ആ നിയമത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ BJP അധികാരത്തിൽ വന്നപ്പോൾ അതിൽ വനനിയമത്തിൽ മാറ്റം വന്നു, വന്യജീവി നിയമത്തിൽ ഇനിയും മാറ്റം വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒരു ഗവൺമെൻറ്റിൽ നിന്ന് ഇറങ്ങുന്ന ഉത്തരവ് ആ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ മുന്നണിയുടെ ആകെ ബാധിക്കുന്നതല്ലേ? അപ്പോൾ എന്തിനാണ് CPI മാത്രം നമ്മൾ വളഞ്ഞിട്ട് ആക്രമിക്കണം? നമ്മുടെ ഇതുവരെയുള്ള കാഴ്ചപ്പാടനുസരിച്ച് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയങ്ങളിൽ സംസ്ഥാന ഘടകത്തിന് കീഴിൽ ഒരു പരിസ്ഥിതി സംഘം, ഒരു കമ്മിറ്റി തന്നെ നിലനിൽക്കുന്ന ഏക പാർട്ടി CPI പാർട്ടിയാണ്. ഈ ഇടതുപക്ഷത്താണെങ്കിലും വലതുപക്ഷത്തുള്ള രാഷ്ട്രീയ മേഖലയിൽ വ്യാജ ശാസ്ത്രം പറഞ്ഞ് പരിസ്ഥിതിയുടെ തെറ്റിദ്ധാരണ സൃഷ്ടിച്ച് ഇതിലേക്ക് എത്തിക്കുന്നതിൽ വലിയൊരു പങ്കാളിത്തം ഇവര് വഹിക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന് 2006 ഭരണകൂടത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഹില പോലുള്ള നമ്മളുടെ ജനപ്രതിനിധികൾക്ക് പരിശീലനം കൊടുക്കാൻ നമ്മൾ നിർമ്മിച്ച കീഴുന്ന പ്രസ്ഥാനത്തെ വരെ ഉപയോഗിച്ച് വ്യാപകമായ ബോധവൽക്കരണം, ഈ ലോകം നശിക്കാൻ പോകുന്നു, കടല് വെള്ളം ഉയരാൻ പോകുന്നു, അങ്ങനെ കേരളം ഇല്ലാതാകാൻ പോകുന്നു, അതിന്റെ എല്ലാം ഉത്തരവാദിത്വം നമ്മളാണ് എന്ന് വ്യാപകമായ പ്രചരണം കൊടുക്കുകയും ഒരു ഭീതിയിലേക്ക് ഈ കക്ഷികളെ കൊണ്ടെത്തിക്കുകയും അതുവഴി മതത്തിനെതിരെ ഉള്ള ഒരു വികാരം സൃഷ്ടിക്കുന്നതിൽ ഇവർ തന്നെയാണ് മുൻകൈയെടുത്തതും. ഈ ബിനോയ് വിശ്വം എന്ന് പറയുന്ന ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ഇന്നും അഖിലേന്ത്യാ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഇതിന്റെ ഒരു ഏജൻസിയായി പ്രവർത്തിക്കുന്നു എന്ന ഉത്തമ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടിയെ ഈ കാര്യത്തിൽ രാഷ്ട്രീയമായി ആക്രമിച്ചുകൊണ്ട് തിരുത്തലിന് വിധേയമാക്കിയാൽ മാത്രമേ മറ്റുള്ളവരിലേക്കും ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ എത്തുകയുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടിലാണ് ആ പാർട്ടിയെ തെരഞ്ഞെടുത്തത്. ഞാൻ ചോദിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ ആക്രമണം ഇപ്പോൾ CPIക്ക് നേരെ മാത്രമാണോ ഉള്ളത്? അത് എക്കാലത്തേക്കും CPIക്ക് നേരെയാണോ? അതോ ഈ വിഷയങ്ങൾ കർഷക വിരുദ്ധ നിലപാട് സ്വീകരിച്ച എല്ലാ കക്ഷികളിലേക്കും നിങ്ങളുടെ പ്രക്ഷോഭവും ഈ തുറന്നുകാട്ടലും ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. ഇതിപ്പോ ഒരു ആദ്യ പടി എന്ന നിലയ്ക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു മുന്നറിയിപ്പ് എന്ന നിലയ്ക്ക് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതുവരെ ഉണ്ടായ ഇത്തരം അക്രമങ്ങളിൽ 80% ബോധപൂർവം അജണ്ടയാക്കി കൊണ്ടുനടക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് CPIയെ ചൂണ്ടാനും തുടർന്ന് ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള തിരുത്തലിലേക്കും
ഒരു ചിന്തയിലേക്കും കേരളത്തിന്റെ രാഷ്ട്രീയം എത്തുന്നില്ല എങ്കിൽ എല്ലാ കക്ഷികളെയും തുറന്നു കാണിക്കാനും രാഷ്ട്രീയം കേരളത്തിൽ അവസാനിപ്പിച്ചെടുക്കാനുമുള്ള വലിയൊരു പദ്ധതിയുടെ ആരംഭം മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ ഈ വിഷയത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. റസാക്ക്, ഈ നിങ്ങൾ പറയുന്നു CPI ഈ അമിത പരിസ്ഥിതിവാദം ഉന്നയിക്കുന്നു, CPI ഭരിക്കുന്ന വകുപ്പിലൂടെ ജനദ്രോഹ ഉത്തരവുകൾ ഉണ്ടാകുന്നു എന്ന്. എന്തായിരിക്കും ഇവരുടെ മോട്ടീവ്? എന്ത് ലക്ഷ്യം വെച്ചാണ് ഇവർ ഇത്തരത്തിലൊരു ജനവിരുദ്ധ ഉത്തരവ് ഇറക്കുന്നതിന്? എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ, എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമല്ലോ. ആ നേട്ടം ജനതാല്പര്യത്തിനും വോട്ട് ബാങ്കിനും അപ്പുറമാണെങ്കിൽ അതെന്ത് നേട്ടമായിരിക്കും? ഇന്ന് ലോകത്തെ ഏറ്റവും വലിയൊരു വ്യാപാരം എന്നുള്ളത് പരിസ്ഥിതി വ്യാപാരം തന്നെയാണ്. ഇത്ര കോടി രൂപ മറിയുന്ന മറ്റൊരു മേഖലയും ലോകത്തില്ല. ഒന്നാം സ്ഥാനത്താണ് കാർബൺ ക്രെഡിറ്റ് വ്യാപാരം. ഇതിന്റെ സാധ്യത ആദ്യമേ തിരിച്ചറിഞ്ഞ ഒരു വിഭാഗം കേരളത്തിലുണ്ടായി, ഇന്ത്യയിലും ഉണ്ടായി. ഇപ്പൊ ബഹുമാനായ ജയറാം രമേശ് അതിന്റെ ഏജന്റായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അശോക ട്രസ്റ്റ് അടക്കം ഒട്ടേറെ ട്രസ്റ്റുകൾ രാജ്യത്ത് ആ സമയത്ത് NGOs രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 1,00,000 രാജ്യത്ത് 1,00,000 പരിസ്ഥിതി NGO സംഘടനകൾ രജിസ്റ്റർ ചെയ്യപ്പെടണമെങ്കിൽ വലിയ സാമ്പത്തിക അജണ്ട, ലക്ഷക്കണക്കിന് കോടി രൂപ ഒഴുകാൻ പോകുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് അത് രൂപപ്പെട്ടത്. ആ സ്വപ്നമൊന്നും നടന്നില്ല, അതൊക്കെ പൊളിഞ്ഞുപോയി. നമ്മുടെ ട്രംപൊക്കെ വന്നതോടുകൂടി ഈ പറയുന്ന സ്വപ്നമെല്ലാം പൊളിഞ്ഞുപോയി. പക്ഷേ പ്രധാനപ്പെട്ട സംഘങ്ങൾക്കും രാഷ്ട്രീയ കക്ഷികൾക്കും ഇപ്പോഴും ഇതിന്റെ വലിയ ആനുകൂല്യം വിദേശത്ത് നിന്നും അല്ലാതെയും ലഭിക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതനുസരിച്ചാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ റോൾ എന്താണ് ഇത്തരം കാർബൺ ക്രെഡിറ്റ് ഫണ്ട് രാജ്യത്തെത്തിക്കുന്നതിനും ഇങ്ങോട്ടേക്ക്? അപ്പോൾ അങ്ങനെ ഒരു ഫണ്ട് എത്തുന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റിനാകെയല്ലേ ഗുണം ചെയ്യുക? അതൊരു പാർട്ടിക്ക് തന്നെയായി ഗുണം ചെയ്യുമോ എന്നുള്ളൊരു സംശയം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ഈ കാർബൺ ക്രെഡിറ്റ് ഫണ്ട്, നമ്മുടെ വനമേഖല പണയപ്പെടുത്തിക്കൊണ്ട് ഒരു കാർബൺ ക്രെഡിറ്റ് ഫണ്ട് നമുക്ക് ലഭിക്കുന്നു. അത് ലോകത്ത് പല രാജ്യങ്ങളും അനുവർത്തിക്കുന്നു, പല രാജ്യങ്ങൾക്കും ആ സഹായം ലഭിക്കുന്നുണ്ട്. ചൈന ആണ് ഏറ്റവും മുന്നിൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ കാർബൺ ക്രെഡിറ്റ് വാങ്ങുന്ന രാജ്യം ചൈനയാണ്. ശ്രീലങ്കയുണ്ട്. അങ്ങനെ ലോകത്തിലെ പച്ചപ്പുള്ള എല്ലാ രാജ്യങ്ങളിലും കാർബൺ കച്ചവടം നടക്കുന്നുണ്ട്. വലിയ വൻകിട കമ്പനികൾ അവിടെ കാർബൺ ക്രെഡിറ്റ് വിൽപ്പന നടത്തുന്നു. അങ്ങനെ വിൽപ്പന നടത്തി വലിയ തോതിലുള്ള പണം ഒഴുക്ക്, അങ്ങ് പറഞ്ഞത് ശരിയാണ്, വലിയ തോതിലുള്ള വ്യാപാരം തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ CPI പാർട്ടിയെ തുറന്നു കാട്ടുമ്പോൾ വ്യക്തമായ തെളിവുകൾ വേണ്ടേ? വ്യക്തമായ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയെത്ര ഈ രീതിയിലുള്ള കച്ചവടം ഇവിടെ നടന്നു എന്ന് നമുക്ക് സ്ഥാപിക്കാൻ കഴിയുന്ന വ്യക്തമായ എവിഡൻസ് ഉണ്ടോ? നമുക്ക് തെളിവുണ്ട്. കാരണം CPI തെളിവല്ല. ഇവിടെ കേരളത്തിന്റെ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ തന്നെ ഇന്ത്യ മിഷൻ പദ്ധതിയിൽ 9,600 കോടി രൂപ കേരളമാണ് കൈപ്പറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ ADB-യുമായി ബന്ധപ്പെട്ട വായ്പകൾ, ജപ്പാൻ കുടിവെള്ള പദ്ധതി 30,000 കോടി അനുവദിക്കുമ്പോൾ അതിൽ ഈ പരിസ്ഥിതി വ്യവസ്ഥകൾ വച്ചിട്ടുണ്ട്. ഇത്തരം വിദേശ വായ്പകൾ, അതുപോലെ തന്നെ ADB വായ്പകൾ, അതോടൊപ്പം സ്വതന്ത്രമായി അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ പരിസ്ഥിതി സംഘടനകളുണ്ട്. അപ്പൊ അവിടെ ഇപ്പൊ യൂറോപ്പിൽ ഒരു കമ്പനി ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ കമ്പനി ഒരു വർഷം എത്ര ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഉത്പാദിപ്പിക്കുന്നോ അത് പരിഹരിക്കാൻ ലോകത്ത് എവിടെയെങ്കിലും പകരം സംഭവിച്ചാൽ മാത്രമേ അവർക്ക് ആ കമ്പനി തുടങ്ങാൻ അവിടെ അനുമതി കിട്ടുകയുള്ളൂ. അത് യൂറോപ്പിൽ ചെയ്യണമെങ്കിൽ 1 ടൺ കാർബൺ പിടിക്കാനുള്ള സംരംഭത്തിന് $400 വേണമെങ്കിൽ ഇന്ത്യയിൽ അത് നടപ്പാക്കാൻ $40 മതി. ആ പ്രൊജക്ട് ഇവിടെ പ്ലാൻ ചെയ്ത് കൊടുക്കുന്ന സംഘങ്ങൾക്ക് ഒരു $40 കൂടി കമ്മീഷൻ കൊടുത്താലും നഷ്ടമൊന്നുമില്ല. 400 വേണ്ടെടുത്ത് 40-ൽ അവന്റെ പ്രശ്നം അവസാനിക്കുകയാണ്. അപ്പൊ അത്തരം ഏജന്റുമാരായി ഇന്ത്യയിൽ വലിയൊരു വിഭാഗം ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കക്ഷികളുടെ എല്ലാം പങ്കാളിത്തത്തിലാണ് നമ്മൾ ഈ കാണുന്ന പല ട്രസ്റ്റും. അശോക ട്രസ്റ്റ് ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ജയറാം രമേശിന്റെ ഭാര്യ അടക്കമുള്ളവർ അതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ പ്രമുഖമായി കോടിക്കണക്കിന് രൂപ പഠനങ്ങൾക്കും പ്രചരണങ്ങൾക്കും ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ആ പൈസയിലും ഇവരുടെയൊക്കെ മരുമക്കളും ഒക്കെ പങ്കാളിയാണ് എന്ന് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസവും ഞങ്ങളുടെയും. അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടിയെ പ്രത്യേകമായി
എടുത്ത് ഞങ്ങൾ ആ കാര്യത്തിൽ ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക്. അല്ല, റസാഖ് ചുരുവേലി, പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അങ്ങേക്കറിയാമല്ലോ, മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയനാണ്. ഈ പിണറായി വിജയൻ്റെ വകുപ്പിൽ CPI കയറി ഇടനില നിന്ന് ഒരു ബ്രോക്കർ ഫീസ് വാങ്ങും എന്നത് വിശ്വസനീയമാണോ? പിണറായി വിജയന്റെ ഓഫീസിനും ഈ കാര്യത്തിൽ കുറ്റകരമായ ബന്ധം അല്ലെങ്കിൽ രാഷ്ട്രീയം ഉണ്ടെന്ന് തന്നെ ഞങ്ങൾ കരുതുന്നത്. മുരളീധരന്മാർ കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപദേശകനാണ്. കൂടി ആരാണ്? അതിവിദഗ്ധനായ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടുന്ന വ്യക്തിത്വമൊക്കെ. പക്ഷേ ഈ അന്താരാഷ്ട്രക്കാരെല്ലാം ഈ രാജ്യത്തെ ജനങ്ങളോട് പ്രതിബദ്ധത ഉള്ളതാണെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. കാരണം ഇതൊരു കച്ചവട ലോകമായി മാറി. മതമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും കച്ചവടത്തിന്റെ ലോകമാണ്. അവിടെ ഈ അന്താരാഷ്ട്ര മുഖമൊക്കെ വെച്ചിട്ട് ഈ ബിംബവൽക്കരണത്തിലൂടെ എന്തൊക്കെയാണ് ചെയ്തു എന്നുള്ളത് പറയേണ്ടതാണ്. പറയാം, ഇവിടെ ഒട്ടേറെ കേസുകൾ കോടതികൾ വഴി ഈ പരിസ്ഥിതി സംഘടനകൾ നടത്തുന്നുണ്ട്. അവർ ഉപയോഗിക്കുന്ന, സുപ്രീം കോടതി ഉപയോഗിക്കുന്ന വക്കീൽ ഹാജരാവണമെങ്കിൽ 25 ലക്ഷം രൂപയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സുപ്രീം കോടതി പോകാൻ കഴിയുന്നില്ല. കാരണം അത്രയും ഫണ്ട് കണ്ടെത്താൻ പറ്റുന്നില്ല. മറിച്ച് അടിക്കടി നൂറുകണക്കിന് ഹർജികൾ കേരളത്തിലെ പരിസ്ഥിതി സംഘടനകൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും കൊടുക്കുന്നു. അത് എവിടെ നിന്നാണ് ഈ ഫണ്ട് കിട്ടുക? അപ്പോ അവരും സർക്കാരിലെ ഇത്തരം ആളുകളുമായി ഒരു ലിങ്ക് വെച്ചുകൊണ്ട് പല കാര്യങ്ങളും കോടതി വഴി ജനങ്ങൾക്ക് പോയി അടിച്ചേൽപ്പിക്കുക, അത് കോടതിയുടെ തലയിൽ വെക്കുക. ഇതിനൊക്കെ കോടിക്കണക്കിന് രൂപ കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളൊരു തെളിവ് വേറെ വേണ്ട. പരിസ്ഥിതി സംഘടനകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു? ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൊടുത്തും ഇതിനെ നേരിടാനുള്ള പല പദ്ധതികളും ഉണ്ടാവും. പക്ഷെ ഇതുപോലെ കോടികൾ മുടക്കിയുള്ള പദ്ധതി ഇടാൻ ഞങ്ങൾക്ക് ഇപ്പോഴും അതിനുള്ള ശേഷിയും വന്നിട്ടില്ല. മറിച്ച് ഈ പറയുന്ന സംഘങ്ങൾക്ക് കഴിയുന്നു. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് CPI സ്ഥാപിച്ചെടുത്തിരിക്കുന്ന ഒരു സ്വാധീനം, അത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. ഉറപ്പായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഈ കാണിക്കുന്ന വൃത്തികേടുകളിൽ വ്യക്തമായ ബന്ധമുണ്ട്. അതിൽ CPM പാർട്ടിക്ക് ബന്ധമുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കാരണം അതിനെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. CPM പാർട്ടി അതിൻ്റെ അകത്ത് നേരിട്ട് ഇടപെട്ടൊരു നടപടിയല്ല, മറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സ്വാധീനിച്ചുകൊണ്ട് നടത്തുന്ന കളിയായിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഉള്ളത്. കൂടുതൽ മനസ്സിലാകുന്ന പക്ഷം CPM-നെയും നമ്മൾ ഈ തരത്തിൽ ബഹിഷ്കരണയ്ക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. മറ്റൊന്ന്, ഇപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക വന്നു. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വലിയ ഒരു കാഴ്ചപ്പാട് ഈ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് കോൺഗ്രസ് വീണ്ടും മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഏതോ പരിസ്ഥിതി സംഘടന നമുക്ക് തോന്നിപ്പോകും. കാരണം അത്രമാത്രം പ്രാധാന്യമാണ് കർഷകർക്ക്. വലിയ ഒരു ഇന്ത്യൻ കാർഷിക മേഖലയ്ക്കൊന്നും വലിയ പ്രാധാന്യം നൽകാതെ പരിസ്ഥിതി മേഖലയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ അവസാന ഭാഗം മുഴുവനും ചെലവഴിച്ചിരിക്കുന്നു. വളരെ വിശദമായ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട നടത്തിപ്പിൻ്റെ ഒരു രൂപരേഖ ആ മാനിഫെസ്റ്റോയിൽ തന്നെ പറയുന്നു. ഇതിൽ ഇപ്പോൾ ജയറാം രമേശ് അടക്കം, വേണുഗോപാൽ അങ്ങനെ അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന. രാഹുൽ ഗാന്ധി അതിനൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണെന്നും ആണ് നമുക്കൊരു രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ ഈ ഇങ്ങനെ ഒരു മാനിഫെസ്റ്റോ സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു മാനിഫെസ്റ്റോ തന്നെ പുറത്തിറക്കാം വളരെ വിരളമാണ്. പക്ഷേ കോൺഗ്രസ് ഇത്തവണ വച്ചിരിക്കുന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു മാനിഫെസ്റ്റോ, അതിന് വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു. താങ്കൾ അത് വായിച്ചു കാണും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ ഇന്ത്യ രാജ്യം ഭരിക്കേണ്ടി വന്നാൽ അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഇത് കേരളത്തിലെ, ഇന്ത്യയിലെ മലയോര മേഖലയിൽ താമസിക്കുന്ന മനുഷ്യർക്ക്, കർഷകർക്ക് എത്രമാത്രം പ്രതിസന്ധിയിലാക്കും എന്ന്, അതോ കർഷകരുടെ ഉന്നമനമാണോ ഇതിൽ ലക്ഷ്യം വെക്കുന്നത്? എന്താണ് ഈ മാനിഫെസ്റ്റോയിലൂടെ താങ്കൾ മനസ്സിലാക്കുന്നത്? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒരു നിലപാട് വന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ വ്യത്യസ്തങ്ങളായ സാമൂഹിക ഘടന, ഇതെല്ലാം നിലനിൽക്കെ വ്യത്യസ്തങ്ങളായ പരിസ്ഥിതി നയമാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും രൂപീകരിക്കേണ്ടത്. പ്രധാനമായിട്ട് 60% വനാവരണമുള്ള കേരളത്തിൽ
ഇനിയും വനം വേണമെന്ന് പറയുന്നത് വിഡ്ഢിയാ, അല്ലെങ്കിൽ അവൻ ദുരുദ്ദേശപരമാണ്. അവൻ ഈ ജനതയെ 100 കൊല്ലം അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന നിഗൂഢ സംഘത്തിന്റെ പ്രതിനിധിയാണ്. മറിച്ച് 10% വനമില്ലാത്ത സ്റ്റേറ്റുകൾ കേരളത്തിലോ അല്ല ഇന്ത്യയിലോ, അതുപോലെ തന്നെ 18% മാത്രമേ ഓൾ ഇന്ത്യ ലെവലിൽ ഉള്ളൂ. മറ്റൊന്ന് 20% വനാവരണമുള്ളൂ. ആ മേഖലകളിൽ ഇപ്പൊ ഉദാഹരണം നമുക്ക് തമിഴ്നാട് എടുക്കാം. സ്ഥലങ്ങളിൽ ഇനിയും വേണമെങ്കിൽ ഈ പറയുന്ന വനാവരണം സൃഷ്ടിക്കപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ് തമിഴ്നാട്. ഈ വിവിധ സ്റ്റേറ്റ് ഈ പറയുന്ന ജനസംഖ്യ ഡെൻസിറ്റി കുറഞ്ഞ സ്റ്റേറ്റുകളുണ്ട്, കൂടിയ സ്റ്റേറ്റുകളാണ് അവയൊക്കെ. അത്തരം സ്റ്റേറ്റുകളിൽ വനവൽക്കരണം ആപത്തുണ്ടാക്കുന്നില്ല. മറ്റ് കുറഞ്ഞ 90 ഏക്കറുള്ള ഈ കൊച്ചു കേരളത്തിൽ 350 കോടി ജനം താമസിക്കുന്നു എന്നുള്ളൊരു സാമാന്യം ഈ വിഭാഗത്തിന് ഇല്ലെന്നുള്ള പ്രശ്നമാണുള്ളത് തന്നെ. ഒന്ന്. രണ്ട്, ഏതൊരു കരിനിയമവും പഠനമില്ലാതെ ഒരു സമൂഹത്തിന് എന്തുണ്ടാക്കുമെന്ന് അറിയാത്ത ജയറാം രമേശിനെ പോലുള്ള രാഷ്ട്രീയ പിന്തിരിപ്പന്മാരുടെ കയ്യിലാണ് ഇപ്പോഴും കോൺഗ്രസ് പാർട്ടി എന്ന് തെളിയിക്കുന്ന ഒരു സാധനമാണ് ഇതിലൂടെ ഇപ്പൊ പുറത്തു വന്നേക്കുന്നത്. അത് യോജിക്കുന്നില്ല, തിരുത്തേണ്ടി വരും. ആ തിരുത്തലിലൂടെ ഇത്തരം മേഖലകൾ തിരിച്ചുകൊണ്ടുള്ള ഒരു പരിസ്ഥിതി നയം പ്രഖ്യാപിക്കാൻ അവർക്ക് കഴിയണം. ആ കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. ഇത് മാനിഫെസ്റ്റോയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവരുടെ നേതൃത്വത്തെ ഇപ്പോൾ ഈ പശ്ചിമഘട്ടത്തെ തകർക്കാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം വെച്ചിട്ടുള്ള മാനിഫെസ്റ്റോ തയ്യാറാക്കി പുറത്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ് പശ്ചിമഘട്ടത്തിൻ്റെ നെറുകയിൽ വന്നാണ് മത്സരിക്കുന്നതെന്നുള്ള കാര്യം താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയെ നേരിട്ട് ഈ വിഷയങ്ങൾ അറിയിക്കേണ്ടതല്ലേ? ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം മനുഷ്യർ അറിയിക്കേണ്ടതല്ലേ? മാധ്യമങ്ങളെ അറിയിക്കേണ്ടത്? നിങ്ങൾ ഈ കർഷക ഉച്ചകോടികളൊക്കെ കൂടിക്കോ, പക്ഷേ ഈ ഇത്തരം ഗുരുതരമായ ഒരു സാഹചര്യമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പുറം ലോകത്തെ വിളിച്ചു പറയാൻ മടിക്കുന്നത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് ഇത് സംഘടനകളുടെ ശ്രദ്ധയിൽ വരുന്നത്. ഇന്നലെ തന്നെ ഞങ്ങൾ അടിയന്തര യോഗം ചേർന്നിരുന്നു. നാളെ നമ്മുടെ കുട്ടനാട് നടക്കുന്ന ഉച്ചകോടിയിൽ ഒരു അജണ്ടയാക്കി ഈ വിഷയം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ വിഷയവും കൂടി നാളെ ചർച്ച ചെയ്യപ്പെടും. അത് കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നത നേതാക്കളെ ഈ വിഷയം അറിയിക്കുന്നതിനും ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നതിനുള്ള നടപടി നാളെയോടുകൂടി ഉണ്ടാകും. നാളത്തെ ഈ കോടിയിലെ പ്രധാന വിഷയം ഇത് തന്നെയായിരിക്കും എന്നുള്ളതാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്. ഈ സ്വതന്ത്ര ഉച്ചകോടി ഇപ്പോൾ എത്ര മാത്രം ആളുകളിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്? എവിടെയൊക്കെയാണ് ഈ സ്വതന്ത്ര ഉച്ചകോടികൾ നടക്കുന്നത്? ഇത് ഞാൻ മനസ്സിലാക്കുന്ന മൂന്നാമത്തെ ഉച്ചകോടിയാണ് നടക്കാനിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഈ ഉച്ചകോടികൾ നടന്നതിന് ശേഷം ഇപ്പോൾ 2 ഉച്ചകോടികൾ നടന്നിലേക്ക് പോകുമ്പോൾ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ കർഷകരിൽ നിന്നുണ്ടാകുന്ന നിങ്ങളോടുള്ള പ്രതികരണം എന്താണ്? അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, നിങ്ങളിപ്പോൾ CPIക്കെതിരെ വലിയ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. CPI ഈ കർഷക സമൂഹത്തിന് യോജിക്കാത്ത ഒരു പാർട്ടിയാണെന്ന് തന്നെ വിളിച്ചു പറയുന്നു. നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിങ്ങളുടേതായ ലേഖനങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഏത് രീതിയിൽ ഈ നിങ്ങളുടെ ഉച്ചകോടികളെ നോക്കിക്കാണുന്നു? ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ എപ്രകാരമാണ് ഇപ്പോൾ പോകുന്നത്? നിങ്ങൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? നമുക്ക് കേരളത്തിലൊരു പ്രവണത എന്താണെന്ന് വെച്ചാൽ, ഈ ഓരോ ഗ്രാമങ്ങൾക്കും വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളാണ് സർക്കാർ കൊടുത്തിരിക്കുന്നത്. ചിലർക്ക് വനവൽക്കരണം പ്രശ്നമാണെങ്കിൽ മറ്റുള്ളവർക്ക് വന്യജീവി വിഷയങ്ങൾ, മറ്റൊന്ന് കണ്ടൽക്കാടിന്റെ വിഷയം, അങ്ങനെ തുടങ്ങി ഒട്ടേറെ പ്രശ്നങ്ങൾ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ അനുഭവിക്കുകയും വിവിധ തരം സംഘടനകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട സമരരംഗത്താണ് നിന്നിരുന്നത്. പക്ഷെ ഈ ഉച്ചകോടിയിലൂടെ ഈ പ്രശ്നങ്ങളെല്ലാം ഈ കർഷക മേഖലയുടെ ആകെ പ്രശ്നമാണെന്നും ഈ പ്രശ്നങ്ങളെല്ലാം കണക്റ്റഡ് ആണെന്നും ഇതെല്ലാം ചില കേന്ദ്രങ്ങൾ പടച്ച് ഈ ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നതാണെന്നുമുള്ള ഒരു പൊതുബോധം ഈ സംഘടനകൾക്കിടയിൽ ഉണ്ടാക്കാനും ഒരു ഏകീകരണം കൊണ്ടുവരാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത് നേട്ടമായി ഞങ്ങൾ കാണുന്നത്. മറ്റൊന്ന്, ഞങ്ങളിപ്പോ
ഈ ഇത് സംബന്ധിച്ച് സംസ്ഥാനത്തെ ഉന്നതതല രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് CPIയുടെ സമുന്നത നേതാക്കളടക്കം അന്വേഷിക്കുകയുണ്ടായി. അതേ തുടർന്ന് വയനാട് ഉച്ചകോടിയിൽ അവിടുത്തെ ജില്ലാ സെക്രട്ടറി തന്നെ പങ്കെടുത്ത് സംസാരിച്ചു. ഈ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ വസ്തുതാപരമാണെന്നും അതുകൊണ്ട് തന്നെ ഇതൊന്നും പരിഹരിക്കാതെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നും ഒക്കെയുള്ള വ്യക്തമായ സന്ദേശം അദ്ദേഹത്തിന് അവിടെ ഒരു നിലപാട് വ്യക്തമാക്കേണ്ടി വന്നു. അതേ രീതിക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ മേഖലയിൽ ഈ വിഷയം ചർച്ചയായിട്ടുണ്ട്. തന്നെയുമല്ല, ഈ ഇലക്ഷൻ മാത്രമല്ല ലക്ഷ്യം. ഇലക്ഷന് ശേഷം ഞങ്ങളുടെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന വിശാല ഉച്ചകോടിയുണ്ട്. ആ ഉച്ചകോടിയൊക്കെ വരാൻ പോകുന്ന പഞ്ചായത്തിലൊക്കെ കനത്ത തിരിച്ചടിക്ക് എല്ലാ കക്ഷികളും കാത്തിരുന്നോ. വിശാല ഉച്ചകോടിയിൽ കേരളത്തിൽ തിരുത്തലിന് വിധേയമാകുന്നില്ലെങ്കിൽ പുതിയ രാഷ്ട്രീയം രചിക്കുന്നതിനുള്ള വേദികളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും എന്ന കാര്യവും കൂടിയാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ മൊത്തത്തിൽ നോക്കി കാണുമ്പോൾ ഈ നമ്മൾ CPIക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതാണ് ഇപ്പോൾ മൂന്നാർ ബെഞ്ചുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ വരുന്നത്. ഇപ്പോൾ വാഗമണ്ണും കുമളിയും അടക്കമുള്ള പ്രദേശങ്ങളെ അത് വാഹകശേഷിക്കപ്പുറം നിർമ്മാണങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം അവിടെ ദുരന്ത നിവാരണ നിയമം പ്രയോഗിക്കാനായിട്ട് കോടതി നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. ഈ 13 ഗ്രാമപഞ്ചായത്തുകളെ ദുരന്ത നിവാരണ നിയമത്തിന് കീഴിലാക്കിയിരിക്കുന്നു. ഇങ്ങനെ 46-ലധികം ഉത്തരവുകൾ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഈ കോടതിയിൽ. യഥാർത്ഥത്തിൽ കോടതികളിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ കോടതികളിൽ ജനത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പറയാൻ യഥാർത്ഥത്തിൽ ആളുകളുണ്ടോ? ഈ കോടതി നടപടികളിൽ നിങ്ങൾ കക്ഷി ചേർന്നുള്ള അതിജീവന പോരാട്ട വേദിയും ഈ 1801/2010 കേസിൽ കക്ഷിയായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ കോടതിയിൽ നടക്കുന്നത്? എന്താണ് അവിടെ നമ്മുടെ സർക്കാരിൻ്റെ അഭിഭാഷകരുണ്ട്, 13 ഗ്രാമപഞ്ചായത്തിലെ അഭിഭാഷകരുണ്ട്. ഇപ്പോൾ നിലവിലെ MP ഡീൻ കുര്യാക്കോസ് അഭിഭാഷകനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ പഞ്ചായത്തുകളും രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഈ കേസിൽ ജനഹിതത്തിനനുസരിച്ച് അഭിഭാഷകരെ വെച്ചു എന്നൊക്കെ പറയുമ്പോഴും ഈ കോടതി നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഏതൊക്കെ അഭിഭാഷകരാണ് അവിടെ കോടതിയിലുള്ളത്? ഈ മൂന്നാർ ബെഞ്ച് എന്നുള്ളത് തന്നെ ഒരു ഇടതുപക്ഷ സൃഷ്ടിയാണ്. 2007 മുതൽ 2008 മുതൽ വരുന്ന ഒരു ഹർജിയും അതേ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും, അതും ബിനോയ് വിശ്വത്തിന്റെ കാലത്ത് തന്നെയാണ്. ഈ പറയുന്ന പരിസ്ഥിതി സംഘടന ഇവരുടെ ഒരു പോഷക സംഘടനയായിട്ടാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ കേസുകൾ ഗവൺമെന്റ് കോടതിയിൽ വാദിച്ചു. മൂന്നാർ പ്രദേശത്ത് NOC വേണമെന്ന് രഞ്ജിത്തമ്പാൻ മകൻ ഇടതുപക്ഷ ഗവൺമെന്റിന് വേണ്ടി വാദിച്ചു. അങ്ങനെ കോടതി അത് അനുവദിച്ചു. അതേ തുടർന്നുണ്ടായ കേസുകളെ തുടർന്ന് 2016 ഇടതുപക്ഷം അധികാരത്തിൽ കയറിയപ്പോൾ ഇതേ രഞ്ജിത്തമ്പാൻ അഡീഷണൽ AG ആയി ചാർജ് എടുത്തു. അദ്ദേഹം LA ചട്ടം നിയമവിരുദ്ധമാണെന്നും കേരളത്തിന്റെ സാമൂഹിക സംവിധാനം തകരുന്നതുകൊണ്ട് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കോടതി പ്രഖ്യാപിച്ചു. അതേ തുടർന്നുണ്ടായ ഒട്ടേറെ ഹർജികൾ, ആ കാലഘട്ടത്തിലുണ്ടായ വിവിധ ഹർജികളുടെ കൂമ്പാരം, ഒരുപാട് നൂറുകണക്കിന് ഹർജികൾ അവിടെ കെട്ടിക്കിടക്കുകയും ഇവര് ഈ കഴിഞ്ഞ 2023 ഞാൻ മനസ്സിലാക്കി മൂന്നാർ ചാൻഡീസ് റിസോർട്ടിൽ വെച്ചുണ്ടായ ഒരു കൂട്ടുകെട്ടിലൂടെ രൂപപ്പെട്ടതാണ് മൂന്നാർ ബെഞ്ച് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 27, 28, 29 തീയതികളിൽ 40ഓളം പേർ അടക്കം 3 ദിവസം തമ്പടിക്കുകയും അവിടെ വെച്ച ഒരു ധാരണയിലാണ് ഈ ബെഞ്ച് രൂപീകൃതമായത് എന്ന് തന്നെ വ്യക്തമായ തെളിയിക്കാൻ പറ്റുന്ന രേഖകളില്ലെങ്കിലും വസ്തുതാപരമായി ഞങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, കോടതികളിൽ തയ്യാറാക്കിയ വിധികളും മുൻകൂർ തയ്യാറാക്കിയ ന്യായങ്ങളും വെച്ച കാര്യങ്ങൾ പോണേ. ഒരു കാര്യം മനസ്സിലാക്കണം, ഇടതുപക്ഷ ഗവൺമെന്റ് വേണ്ടി 10 വർഷം ഈ ജനതയ്ക്ക് നേരെ വേട്ടയാടിയ ഈ രഞ്ജിത്തമ്പാൻ കോടതിയെ ഉപദേശിക്കുന്ന അമിക്കസ് കുറിയായി മാറിയതിൻ്റെ അകത്ത്. അതുപോലെ തന്നെ ഈ ഹർജിക്കാരുടെ നിരന്തരം വക്കീലായും ഉപദേശകനായും ഹരീഷ് വാസുദേവും കോടതിയെ ഉപദേശിക്കുന്ന അമിക്കസ് കുറിയായി, ജഡ്ജി ആക്കിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയൊക്കെ ഇത്ര പരിഹാസ്യമാകാൻ കൊള്ളാമോ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നു. ഇത് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല, അത് കോടതി അലക്ഷ്യമാകും. അങ്ങനെയൊക്കെയുള്ള ചില സങ്കല്പങ്ങൾ നമ്മളിവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ദാരുണമാണ്. കേരളത്തിന്റെ ഒരു പരമോന്നത നീതിപീഠം ഇപ്പൊ ഈ കാണിക്കുന്ന വിധികൾ
തങ്കച്ചൻ പീറ്റർ 1.5 സെന്റ് പട്ടയമുള്ളവന്റെ 2 സെന്റിന് കൂടി കിട്ടാൻ പതിറ്റാണ്ടുകളായി നടന്നവൻ മൂന്നാറിൽ നിന്ന് ഈ ബെഞ്ചിൽ സമീപിച്ചു. അവന്റെ 1.5 സെന്റ് പട്ടയം എന്ന വിധി വന്നേക്കണത്. പതിറ്റാണ്ടുകളായി 3000-ഓളം കർഷകർ തോപ്രാംകുടി മേഖലയിൽ പട്ടയത്തിന് കാത്തിരിക്കുന്നു. ഒരു കർഷകൻ കൊണ്ട് ഹർജി കൊടുത്തു, എനിക്ക് പട്ടയം കിട്ടുന്നില്ല, സഹായിക്കണം. ആ ഭൂമി പിടിച്ചെടുക്കാൻ കോടതി ഉത്തരവിട്ടു. ഇപ്പോ ദുരന്ത നിവാരണ നിയമം സ്ഥിരമായി ഇടാൻ കോടതി അത് സർക്കാരിന്റെ ഭാഗത്ത് സർക്കാർ ചെയ്തു. ഈ ഇത്തരം ഇപ്പതേ കുമളി അടക്കമുള്ളത് വീണ്ടും കോടതി ചോദിക്കുന്നു, സർക്കാർ എടുക്കുന്നു. ഇത് തമ്മിലൊരു വലിയ നാടകം കളിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പരിസ്ഥിതിവാദികളുടെയും സർക്കാരിന്റെയും വിവിധ വകുപ്പുകളുടെ എല്ലാം കൂടി ഒരു 10-20 അഡ്വക്കേറ്റ്സ് ഈ കൂടെ നിന്ന് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ ഈ ഇവിടെ നിന്നുള്ള ഇപ്പൊ എനിക്ക് ഇലക്ഷൻ സമയമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അവരടക്കം വസ്തുതാപരമായി വിഷയം വിശദീകരിക്കാൻ തയ്യാറാവുന്നില്ല. കാരണം ഇടതുപക്ഷ ഗവൺമെന്റിനെ ഭയപ്പെടുന്നു. ലൈഫ് ഭവന പദ്ധതിയിൽ 1500 പേർക്ക് വീട് വെക്കാൻ നിവൃത്തിയില്ല. ഇടത് ഗവൺമെന്റ് കൊണ്ടുവന്ന നിരോധനം ഈ കോടതി വഴി ചാരി നടപ്പാക്കുന്നു പറയാൻ ഇവർക്ക് പറ്റില്ല. അപ്പൊ ഇടത് നിൽക്കാൻ ഈ ഇരിക്കുന്ന പഞ്ചായത്തിന്റെ അഡ്വക്കേറ്റ്സിന് പറ്റില്ല. ഇനി പറഞ്ഞാൽ അവിടെ വിലപ്പോകുന്നില്ല. ബെഞ്ച് ഈ രാജ്യത്തെ നിയമത്തിന്റെയും ഭരണഘടനയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് കരുതാൻ പറ്റാത്ത ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അത് ചോദ്യം ചെയ്തുകൊണ്ട് ഞങ്ങള് ഇപ്പോ ഒരു വലിയ നീക്കത്തിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങള് ഇത് ചോദ്യം ചെയ്യാനും ഇതില് രാഷ്ട്രീയക്കാരൊക്കെയുള്ള നീക്കങ്ങൾ ഇപ്പോ കർഷക സംഘടനകൾ നടക്കുന്നുണ്ട്. ഉടനെ തന്നെ ആ നീക്കത്തിലേക്ക് ഞങ്ങൾ ഈ ഉച്ചകോടികൾ കഴിഞ്ഞാൽ അടുത്ത നീക്കം അതായിരിക്കും എന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. കുറ്റകരമായ അനാസ്ഥ ഗവൺമെന്റ് ഈ കാര്യത്തിൽ കാണിക്കുന്നു. ഗവൺമെന്റിന്റെ ഭാഗമായ പഞ്ചായത്ത് വക്കീൽ അടക്കമുള്ളവർ കാണിക്കുന്നു. അതിനെ തുറന്നു കാണിക്കാൻ പ്രതിപക്ഷം അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. ഇതിലൂടെ ഒരു ജനത അന്യവൽക്കരിക്കപ്പെട്ട് ഒരു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത. ഫേസ് ടു ഫേസിൽ ഇത്രയും നേരം നമ്മോട് സംബന്ധിച്ചത് അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലിയാണ്. വളരെയധികം നന്ദി. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ്